ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ മികച്ച നിലവാരത്തിലുള്ളതാക്കുക. ഒരുപക്ഷെ സ്വകാര്യ മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ മേഖലയ്ക്ക് ഒരുപാട് പരാധീനങ്ങളുണ്ട്. ഒന്ന്, സർക്കാർ കാര്യം മുറ പോലെ എന്നൊരു ചൊല്ലുണ്ടല്ലോ, ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്ന കാര്യത്തിലുണ്ടാകുന്ന നൂലാമാലകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സർക്കാർ ആശുപത്രികൾ ആദ്യം വേണ്ടത് വൃത്തിയായി സൂക്ഷിക്കുക. അതിൻ്റെയാണ് തുടക്കം പദ്ധതിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭം കുറിച്ചത്. അതായത് ആശുപത്രി പരിസരങ്ങളും വൃത്തിയായിട്ട് വയ്ക്കുക. പലപ്പോഴും സർക്കാർ ആശുപത്രികളൊക്കെ ചികിത്സയ്ക്ക് വരുന്ന പലർക്കും ന്യൂമോണിയ ഉൾപ്പെടെയുള്ള അസുഖങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഈ അന്തരീക്ഷത്തിൻ്റെ സ്ഥിതിയാണ്, അത് മാറ്റിയെടുക്കണം. അപ്പോൾ അന്തരീക്ഷം വൃത്തിയുള്ളൊരു ശുദ്ധമായി ശ്വസിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം സ്ഥാപിക്കുക. അതോടൊപ്പം തന്നെ ഒരു വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ഈ നിലത്ത് കിടന്ന് ഒഴിവാക്കുക എന്നുള്ളത് മെഡിക്കൽ കോളേജുകളിൽ. അതിനുള്ള മാർഗ്ഗം ഞാനിപ്പോൾ കണ്ടിടത്തോളം ഞാൻ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലൊക്കെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ജില്ലാ ആശുപത്രികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ഇതിനൊക്കെ പുറമേ സർക്കാർ മെഡിക്കൽ കോളേജുകൾ തന്നെ ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. അവിടെയൊക്കെ നല്ല കെട്ടിടങ്ങൾ നിർമ്മിച്ച്, കെട്ടിടം നിർമ്മിക്കുമ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തികം ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CSR ഫണ്ട് ഉൾപ്പെടെ വിനിയോഗിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ പണിയുക. അതുപോലെ തന്നെ ആ കെട്ടിടങ്ങളിൽ വേണ്ടത്ര സ്റ്റാഫിനെ നമ്മളുണ്ടാക്കി കൊടുക്കണം, കിടക്കകൾ സജ്ജീകരിക്കുക. അപ്പോൾ അങ്ങനെ CSR ഫണ്ടും പിന്നെ ചില ആളുകൾ വ്യക്തിപരമായി നൽകുന്ന സഹായങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളെ മികച്ച നിലവാരത്തിലേക്ക് എത്തിക്കുക. ഇപ്പോൾ സ്വകാര്യ മേഖല യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. അവർ മികച്ച ചികിത്സ നൽകുന്നുണ്ട്, പക്ഷേ സാധാരണക്കാർക്ക് പലപ്പോഴും താങ്ങാൻ കഴിയാറില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അതൊക്കെ താങ്ങാൻ കരുത്തുള്ള സമ്പന്നർ ഈ സ്വകാര്യ ആശുപത്രിയിൽ പോകുമ്പോൾ സർക്കാർ ആശുപത്രിയിൽ നമുക്ക് അതേ സൗകര്യങ്ങൾ കുറേയൊക്കെ ഏർപ്പെടുത്തിയാൽ പാവപ്പെട്ട രോഗികൾക്ക് സഹായകരമാകും. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് സ്റ്റാഫിൻ്റെ നമ്പർ കൂട്ടുക, സർക്കാർ ആശുപത്രിയിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക, അങ്ങനെയുള്ളൊരു സംവിധാനങ്ങളാണ് വിഭാവന ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ചർച്ചകളും അതിന് നല്ല റിസൾട്ടും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പലരും ഇതിനു വേണ്ടി പണം ചെലവഴിക്കാൻ മടിയില്ലാത്ത ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊരു പ്രത്യേക ഫണ്ടായിട്ട്, അത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ഒരു പ്രത്യേക ഫണ്ടായി, അതായത് സർക്കാർ ആശുപത്രികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന ഒരു പ്രത്യേക ഫണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ നിലയനുസരിച്ച് കൊടുക്കുന്ന കാശ് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുമ്പോൾ അത് മറ്റു പലതിലേക്കായിട്ട് ദുരിതാശ്വാസ നിധി ആവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇതിനു വേണ്ടി മാത്രം ഒരു ഫണ്ട് എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അങ്ങനെ സർക്കാർ ആശുപത്രികളുടെ നവീകരണം ഒരു സ്വപ്നമാണ്. അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോൾ ഇപ്പോൾ ഈ നിലത്ത് കിടന്ന് ഒഴിവാക്കണം എന്നൊരു സന്ദേശം വന്നപ്പോൾ തന്നെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. അപ്പോൾ അവിടെ സാധാരണ അവിടെ കിടക്കാൻ സ്ഥലമില്ല, ചില വാർഡുകളുടെ സ്ഥിതി പരമദയനീയമാണ്. അവരെന്ത് ചെയ്തു, ഇന്നലെ വരെ നിലത്ത് കിടത്തിയിരുന്ന സ്ഥാനത്ത് 1-2 കമ്പനിക്കാർ ലയൺസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത് കുറച്ച് ബെഡ് വാങ്ങി അവിടെ ഈ നിലത്ത് കിടക്കുന്ന സ്ഥലത്ത് ബെഡ് തയ്യാറാക്കി. നമ്മുടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത് ഭാവിയിലൊരു വാർഡ് തന്നെ പുതിയതായിട്ട് ആരംഭിക്കാൻ. ഇപ്പോൾ ഞങ്ങൾ പുലയനാർ കോട്ടയിൽ ആശുപത്രിയിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ അവിടെ ഇപ്പോൾ ആകെ ബെഡ് വളരെ കുറേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം അവിടെ പേഷ്യൻസ് കുറച്ച് കുറവാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ആശുപത്രിയിൽ കൂടെ പ്രയോജനപ്പെടുത്തി ഇവിടെയുള്ള എക്സസൈസ് എന്ന രോഗികളെ അങ്ങോട്ട് മാറ്റാൻ ഒരു 150-200 ബെഡ് അവിടെ ക്രമീകരിക്കാൻ കഴിയുന്നതാണ് ഇപ്പോഴത്തെ ഒരു അസസ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പൂർത്തിയാകുമ്പോൾ നമുക്ക് ഈ മേഖലയിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്, മുൻ LDF സർക്കാരിൻ്റെ കാലത്ത് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ ബെൻസ് കാറുകൾ വന്നു നിൽക്കുക. ഞാൻ പറയുന്നത് ഓട്ടോറിക്ഷക്കാരൻ നടന്നു വരുന്നവർക്ക് നല്ല ചികിത്സ കൊടുക്കുക, അതാണ് സർക്കാർ ആശുപത്രിയുടെ ലക്ഷ്യം. സമ്പന്നരായിട്ടുള്ള ആൾക്കാർ വരുന്നത് സന്തോഷം, പക്ഷേ സാധാരണക്കാരന് മികച്ച ചികിത്സ ഉറപ്പാക്കണമെങ്കിൽ അത് സർക്കാർ ആശുപത്രിക്കേ കഴിയൂ.
അതെ അതെ അങ്ങ് പറഞ്ഞതുപോലെ ഈ ആരോഗ്യവകുപ്പിനെ കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നത് പണത്തിൻ്റെ ഒരു ദൗർലഭ്യം ആണ് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതൊരു പ്രധാന ഘടകം തന്നെ. അതിനാണ് ഞാൻ പറഞ്ഞത്, ഞാൻ CSR ഫണ്ട് വിനിയോഗിക്കുന്നു പറഞ്ഞപ്പോൾ ഒരു പ്രചരണം ഉണ്ടായി. ഇതിപ്പോൾ ഈ വകുപ്പിലൊരു പരിഷ്കാരം എന്ന് ഇഷ്ടപ്പെടാത്ത ചില ശക്തികളുണ്ട്. അത് ഞാൻ പ്രതിപക്ഷം ഒരു പാർട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ചില ആളുകൾ ഉണ്ട്. ഇപ്പോൾ ഉടനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയ സംഘടനക്കാരെയൊക്കെ ഞാൻ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അവർ വന്നില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളെ നവീകരിക്കുക എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ? കറക്റ്റ്. അതെ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഈ കടാമ്പുഴ ദേവസ്വം മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ്. ആ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് എന്നുള്ള മാത്രമുള്ള ഒരു ചിന്താഗതിയാണല്ലോ. പക്ഷേ ആ ആശുപത്രി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങി. വലിയ ചർച്ച ചെയ്യുന്നത്, അതായത് ഭക്തരുടെ പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നൊരു പ്രോജക്റ്റ്, നല്ലൊരു പ്രൊജക്റ്റാണ്. അങ്ങനെയാണ് ക്ഷേത്രങ്ങളൊക്കെ ചെയ്യേണ്ടത്, ആരാധനാലയങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ആ യൂണിറ്റ് തുടങ്ങി. ആ യൂണിറ്റ് ഒന്ന് വിപുലീകരിക്കണം. കാരണം ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ കിഡ്നി പേഷ്യൻസൊക്കെയുള്ള സ്റ്റേറ്റ് കേരളമാണല്ലോ, മുൻപ് തന്നെ കുറേ കാലങ്ങളായി. അപ്പോൾ വിപുലീകരിക്കാനും അതിനോടനുബന്ധമായിട്ടുള്ള കെട്ടിടം പണിയാൻ IDBI ബാങ്കുകാർ അവർ സ്പോൺസർ ചെയ്തു, ഒരു പുതിയ ഇത് ആരംഭിച്ചു. ഞാനാ പോയിട്ട് ഉദ്ഘാടനം ചെയ്ത കഴിഞ്ഞ ദിവസം. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് നല്ല പ്ലാൻ. ഇങ്ങനെ തന്നെയാണ് സർക്കാർ സ്ഥാപനങ്ങളെ വിപുലീകരിക്കേണ്ടത്. അതല്ലാതെ ബഡ്ജറ്റിലെ കാശ് ഒതുക്കി ചെയ്യാൻ കഴിയില്ല.